കേരളത്തിൽ എല്ലായിടത്തും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്തിനെ നിശ്ചയിച്ചുകൊണ്ട് KPCC ഹൈക്കമാൻഡിന് അറിയിപ്പ് നൽകിയിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് AICCയുടെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായ തിരിച്ചുള്ള സ്ഥിരീകരണം രാത്രിയോടുകൂടി വന്നേക്കാം. അതിനുശേഷം UDFന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഇതോടുകൂടി PV അൻവർ മുന്നോട്ട് വെച്ച സമ്മർദ്ദ രാഷ്ട്രീയത്തിന് UDF വില കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ PV അൻവറിന്റെ വിലപേശലിന് വില ഇല്ലാതായി പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെയും UDFന്റെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ സജീവമായി നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ ആ വാർത്തയുടെ തുടർച്ച നമ്മൾക്ക് തരേണ്ടതുണ്ട്. ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം തുടരുന്നു. ബിനോയ്, ഇതിൽ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരാനുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് PV അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ, ഇനി തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ? ഇത് 2 രീതിയിലും മത്സരിച്ചാൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, MLA പദവി രാജിവെച്ചതിന് ശേഷം ഈ നിമിഷം വരെയും PV അൻവറിന് എന്താണ് തൻ്റെ ശക്തി എന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തി പ്രകടനത്തിനുള്ള അവസരം കിട്ടിയിട്ടില്ല. 2-3 പൊതുസമ്മേളനങ്ങളൊക്കെ വിളിച്ചു, അതിൽ ആളുകളൊക്കെ വന്നുവെങ്കിലും ആ വന്ന ആളുകളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അത് പണം കൊടുത്ത് വന്ന ആളുകളാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. പിന്നീട് പലതരത്തിൽ UDF പ്രവേശനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. അത് പരാജയപ്പെട്ടപ്പോൾ വേറെ ചില പാർട്ടികളുടെ ഭാഗമാവാൻ ശ്രമിക്കുകയുണ്ടായി, തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടായി. അവസാനം മമതാ ബാനർജിയുടെ കീഴിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ എന്നുള്ള പദവി നേടി. പക്ഷേ ആ പദവി എന്ന് പറയുന്നത് അപ്രസക്തമായൊരു പദവിയായിട്ട് മാറി. വാർത്തകൾ നൽകുമ്പോൾ പോലും നമ്മളടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും ഒന്നും പലപ്പോഴും PV അൻവറിനെ വിശേഷിപ്പിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ എന്നൊന്നും പറയാറില്ല. അതിനു പകരം മുൻ MLA. അപ്പോൾ MLA എന്ന വാക്കുമായിട്ട് ചേർന്ന് ഒരു അധികാരത്തിൻ്റെ പദവിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് PV അൻവറിന് ഒരു സവിശേഷ വ്യക്തിത്വം ഉണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇതുവരെയും തൻ്റെ ശക്തി പ്രകടനത്തിനുള്ളൊരു അവസരം കിട്ടാത്ത സ്ഥിതിക്ക് PV അൻവറിൻ്റെ മുമ്പിലുള്ളൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ UDFന്റെ സ്ഥാനാർത്ഥിയായി എടുത്തതിനോടുള്ള പ്രത്യക്ഷമായിട്ടുള്ള എതിർപ്പൊന്നും പറയാതെ അടങ്ങി ഒതുങ്ങി UDFന്റെ ഒപ്പം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്താവട്ടെ ആരാകട്ടെ, അല്ലെങ്കിൽ ഏത് ചെകുത്താനായാലും UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കും, ഒരു സംശയവും വേണ്ട, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തിക്കൊണ്ട് ശാന്തമായിട്ട് ഒതുങ്ങി നിൽക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഇല്ലെങ്കിലും അൻവറിൻ്റെ ഭാഗമായിട്ട് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റിയെന്ന് വന്നേക്കില്ല. അതേസമയത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അത് PV അൻവറിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരിക്കും. എൻ്റെ ശക്തി ഇത്രയുമാണ് എന്ന് വോട്ടിംഗ് ശതമാനത്തിലൂടെ, അതിൻ്റെ കണക്കുകളിലൂടെ അത് തെളിയിക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാനും തൻ്റെ ശക്തി നിർണ്ണയിക്കാനും കഴിയും. ഇങ്ങനെയുള്ളൊരു വെല്ലുവിളി PV അൻവറിൻ്റെ മുമ്പിൽ ഇപ്പോൾ വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പിൽ ഉള്ള പ്രാവശ്യവും, അതായത് അൻവർ എപ്പോഴൊക്കെ നിലമ്പൂർ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ CPIM എന്നും ഒപ്പം ഇടതു മുന്നണി എന്ന ഒരു ശക്തി തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നു. അതിന്റെ പിൻബലത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും ഒരു UDF മണ്ഡലമായ നിലമ്പൂരിൽ നിന്നും അൻവറിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അൻവർ ആദ്യ ദിവസങ്ങളിൽ, അതായത് പാർട്ടിയുമായി CPIM-മായി അകലുന്ന സമയങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ അൻവറിന് പിന്തുണ നൽകിയ ആളുകൾ, അല്ലെങ്കിൽ അൻവറിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് ഒപ്പം ചേർന്നില്ല എന്ന് മാത്രമല്ല, ഒരു വലിയ തരത്തിൽ ഒരു റാലിയോ മറ്റു കാര്യങ്ങളോ ഈ ചുരുങ്ങിയ സമയത്തുള്ള അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ കഴിയും. 2 ആഴ്ച മുമ്പാണ് PV അൻവർ വീണ്ടും മമതാ ബാനർജിയെ പോയി കണ്ടുകൊണ്ട് കേരളത്തിൽ UDFിലെ ഘടകകക്ഷിയാകുന്നതിനോടുള്ള ഒരു താല്പര്യം മമതാ ബാനർജി അറിയിക്കുകയും ഇവർ തങ്ങളിൽ ചർച്ച നടത്തുകയും UDFിനൊപ്പം ചേരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ വന്ന അതിനുശേഷം ഈ അവസാനം ഇപ്പോൾ ഇവർ അവകാശവാദം ഉന്നയിക്കും. എന്നാൽ ഈ അവകാശവാദം നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന അൻവർ എന്ന് പറയുന്ന ആള് നേരത്തെ ഉണ്ടാക്കിയിരുന്ന പിന്തുണ അല്ലെങ്കിൽ ആൾബലം നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. ഒന്ന്. രണ്ടാമത്തേത്, CPIM-നൊപ്പം നിന്ന അൻവർ അല്ലെങ്കിൽ CPIM-ന്റെ പിന്തുണ ലഭിച്ചിരുന്ന അൻവർ 2ാം വട്ടം ജയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന് കുറവ്.
ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അൻവർ ഉയർത്തുന്ന ഭീഷണികൾ വലിയ കാര്യമാക്കണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്, അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ഒരു പാർട്ടിയുടെയും ഭാഗമല്ലാതെ കേരളത്തിൽ മത്സരിക്കാൻ എങ്ങും എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതിൽ എന്തായാലും LDF-ന്റെ ഭാഗം ആകാൻ കഴിയത്തില്ല. കാരണം അവിടെ തന്നെ പല ഘടകകക്ഷികളും പല രാഷ്ട്രീയ പാർട്ടികൾക്കും LDF-ൽ അംഗത്വം ലഭിക്കാത്ത ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം അടഞ്ഞ അധ്യായമാണ്. പിന്നെ ഉള്ള ഏക ലക്ഷ്യം UDF ആണ്. UDF-നോട് വലിയ തരത്തിൽ വേർപെട്ട് പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞാൽ അൻവറിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനാകില്ല. ഒപ്പം വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കത്തില്ല. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് വലിയ വേരോട്ടമോ അണികളോ ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് മാത്രം കണ്ടാൽ മതിയാകുമെന്ന് തന്നെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഈ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിലേക്ക് ഒരിക്കൽ പോലും, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരിക്കൽ പോലും മുട്ടുമടക്കേണ്ട നിലപാടിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ ചർച്ചയ്ക്ക് പോകാതെ ഘടകകക്ഷികളുടെ നിർദ്ദേശം കൂടി അനുസരിച്ചുകൊണ്ട് KPCC യോഗം എറണാകുളത്ത് വളരെ വേഗത്തിൽ ചേർന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തന്നെ നിർദ്ദേശിച്ചിരിക്കും. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുവാൻ അൻവറിന് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരം അദ്ദേഹത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്ന് പിന്മാറി UDF-നൊപ്പം ചേരും എന്നുള്ളൊരു പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ലീഗ് അൻവറിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. കൂടുതൽ അടുത്തിട്ടില്ല അൻവറുമായി, അല്ലെങ്കിൽ അൻവറുമായി കൂടുതൽ ചർച്ചയ്ക്ക് പോയിട്ടില്ല. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോയിട്ടില്ല. ഒരു കാര്യം മാത്രം അവർ പറഞ്ഞത്, ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള പരിചയമുള്ള മണ്ഡലത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചാൽ അത് വിജയിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചേർക്കാനുള്ളത്, ഇപ്പോൾ തത്സമയം PV അൻവർ ലീഗ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അതായത് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഒരിക്കൽ പോലും അൻവർ ചർച്ചയ്ക്ക് തയ്യാറാവില്ല. കാരണം ഇതിനകത്ത് ഈ ഒരു സമവായ ചർച്ച ലീഗിന് ആയിരിക്കും നടത്തുക. ലീഗിന് ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ ചുമതലപ്പെടുത്തി കാണും ഇത് UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വേണം, ഏത് തരത്തിൽ ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അൻവറിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. മാത്രമല്ല അൻവർ എപ്പോഴെങ്കിലും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ UDF-ലെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി വലിയ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീടുള്ള ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു ആലയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കന്മാരെ പിണക്കാതെയുള്ള ഒരു തന്ത്രം അതായിരിക്കും അൻവർ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാരും അൻവറുമായുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇത് ഒരു ശുഭകരമായ പ്രതീക്ഷയാണ്. കാരണം ലീഗ് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. കാരണം ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നത് കൊണ്ട് വിയോജിപ്പില്ല എന്ന് ലീഗ് പറയുകയും PV അൻവറിന്റെ UDF പ്രവേശനം തക്കതായ സമയത്ത് അത് പരിഗണിക്കുന്നതിന് ആവശ്യമായ സഹായം ലീഗിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് അറിയിച്ചുകൂടി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമാകും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിടയിലെ ഒരു സന്ധ്യസംഭാഷണം എന്ന നിലയ്ക്ക് ലീഗ് ഇതിലേക്ക് കടന്നിരിക്കുന്നത്. ലീഗും അൻവറുമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ലീഗും അൻവറുമായിട്ടായിരുന്നു ചർച്ചയ്ക്ക് സാധ്യത. പക്ഷേ വലിയ തരത്തിലൊരു അടുപ്പം ലീഗ് അൻവറിനോട് കാണിക്കുന്നില്ല, ഒപ്പം അൻവർ ലീഗിനോടും കാണിക്കുന്നില്ല. രണ്ടുപേരും ഒരു ദൂരം സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു പൊക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ UDF-ലെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിലേക്ക് എന്തായാലും അൻവർ പോകാൻ സാധ്യതയില്ല. തൃണമൂൽ കോൺഗ്രസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നീടുള്ള ആശ്രയം ലീഗാണ്. അതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അൻവർ ഒരു പരിധിവരെ മുഖവിലേക്ക് എടുക്കാനാണ് സാധ്യത. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ ഈ കഴിഞ്ഞ ദിവസം വരെയും തുടർച്ചയായി നടത്തിയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആക്രമണോത്സുകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് തെളിവുകളായിട്ട് എല്ലാവരുടെയും മുമ്പിലുണ്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളായിട്ടുണ്ട്. അതിനോട് ആര്യാടൻ ഷൗക്കത്ത് പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത് മിതമായ ഭാഷയിൽ, ഒരു സാംസ്കാരികമായ ഭാഷയിലുള്ള ഒരു മൗനത്തിൻ്റേത് കൂടിയായ ഒരു ഒതുക്കമുള്ള പ്രതികരണമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ UDF-ന്റെ ഭാഗമാണ് താൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ PV അൻവറിന് ഒരു പ്രത്യേകതരം അഭിനയം നടത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ആവട്ടെ ആരാവട്ടെ UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്കൊപ്പമാണ് താൻ എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഒരു ഭാഗത്ത് പ്രബലമായിട്ട് നിൽക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ?
തീർച്ചയായും അത് ഉറപ്പാണ്, അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അൻവറിന്റെ നിലപാടുകൾ അതേപടി ഒരു സമയത്തും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സുരക്ഷിതമായ താവളമായിരുന്നു ഇടതുമുന്നണിയും അതുപോലെ തന്നെ CPIM-നോടൊപ്പം യോജിച്ചുള്ള യാത്രയും. കൃത്യസമയത്ത് അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഒരു ആയുധമായിട്ടായിരുന്നു ഇടതുമുന്നണിക്കൊപ്പം നിന്നതും അവരുടെ വിശ്വസ്തനായ MLA-യുമായിരുന്നു. എന്നാൽ പിന്നീട് അത് തന്നെ പെട്ടെന്ന് മാറിക്കൊണ്ട് അവർക്കെതിരെ ഏറ്റവും വലിയ അവരുടെ മുഖ്യമന്ത്രിക്കെതിരെ CPIM-നെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവർ എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ വഷളാവുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഇടതുമുന്നണി കൺവീനർ തന്നെ അൻവറിനെ ഒഴിവാക്കുകയും ചെയ്തു. നിലവിൽ ഇത്തരം സാഹചര്യങ്ങൾ മറ്റു പാർട്ടി നേതാക്കന്മാരും UDF-ലെ പാർട്ടി അംഗങ്ങളും ഒപ്പം ഘടകകക്ഷികളും ഒക്കെ ഇതെല്ലാം കണ്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ തന്ത്രങ്ങളെ അതേപടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് കീഴടങ്ങുവാൻ ഒരിക്കൽ പോലും UDF തയ്യാറാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ടാണ് ലീഗ് തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ശരി, ഡി ബിനോയാണ് ഈ സുപ്രധാന നിമിഷത്തിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയായി നിശ്ചയിക്കപ്പെടുന്ന ഈ വേളയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ടോപ്പ് ഹെഡ്ലൈൻസ് അടക്കമുള്ളവയിലേക്ക് പോകേണ്ടതുണ്ട്, അതിലേക്ക് പോകാം. ഒപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കട്ടെ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കാനിരിക്കെ വൈകാരികമായ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് അന്തരിച്ച കോൺഗ്രസ്